കേരളത്തിലെ ആദ്യ പെൻഷൻ സംഘടനയും കെഎസ്ആർടിസിയിലെ ഏക അംഗീകൃത സംഘടനയുമായ കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ 45ാം സംസ്ഥാന സമ്മേളനം 22-ന് ആലപ്പുഴയിൽ നടക്കും. ഫിഷറീസ്, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക, ശമ്പള പരിഷ്കരണത്തിന്റെ അതേ മാനദണ്ഡത്തിൽ പെൻഷൻ പരിഷ്കരണവും നടപ്പിലാക്കുക, വെട്ടിക്കുറച്ച 3% ക്ഷാമാശ്വാസം കുടിശ്ശിക സഹിതം നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്തെ ആദ്യത്തെ പെൻഷൻ സംഘടനയും കെഎസ്ആർടിസിയിലെ ഏക അംഗീകൃത കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ 45ാമത് സംസ്ഥാന സമ്മേളനം 22-ാം തീയതി ആലപ്പുഴയിൽ നടക്കും. കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കെഎസ്ആർടിസിയിലെ അംഗീകാരമുള്ള ഏക പെൻഷൻ സംഘടന. അതിൻ്റെ 45ാമത് സംസ്ഥാന വാർഷിക സമ്മേളനമാണ് 22-ാം തീയതി ആലപ്പുഴയിൽ നടക്കുന്നത്. 45 വർഷം പൂർത്തീകരിച്ചിട്ടും കെഎസ്ആർടിസിയിലെ പെൻഷൻകാർ ഇന്നും വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. പ്രതിമാസ പെൻഷൻ ലഭിക്കുന്ന കാര്യം മുതൽ ആ പെൻഷനിൽ കാലാകാലങ്ങളിലുണ്ടാകുന്ന നേരിയ വർധനവടക്കം ലഭിക്കാതെ കേരളത്തിലൊട്ടാകെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ വിതരണം നടത്തിയിട്ടും ഓണത്തിന് കൊടുക്കുന്ന ഉത്സവ ബത്ത നൽകാതെ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു പെൻഷൻ വിഭാഗമാണ് കെഎസ്ആർടിസി പെൻഷൻകാർ. ഇപ്പോഴും ഞങ്ങൾ പ്രശ്നത്തിലാണ്. 2011 നിശ്ചയിക്കപ്പെട്ട പെൻഷനാണ് ഇന്ന് ഞങ്ങൾ വാങ്ങുന്നത്. വർഷം 14 കഴിഞ്ഞിട്ടും മറ്റ് ഇതര പെൻഷൻ വിഭാഗങ്ങൾക്കെല്ലാം 2 തവണ വീതം ആ പെൻഷനിൽ വർധനവ് നൽകിയിട്ടും കെഎസ്ആർടിസിയിലെ പെൻഷൻകാർക്ക് ഒരു വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരന്തരം പ്രക്ഷോഭത്തിലായിട്ടും ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ സർക്കാരുകൾക്ക് മനസ്സുണ്ടായിട്ടില്ല. ഫിഷറീസ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ പെൻഷൻ സംഘടനാ നേതാക്കൾ പങ്കെടുക്കും. പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് എല്ലാ മാസവും 1-ാം തീയതി തന്നെ വിതരണം ചെയ്യുക, ശമ്പള പരിഷ്കരണത്തിന്റെ അതേ മാനദണ്ഡത്തിൽ പെൻഷൻ പരിഷ്കരണവും നടപ്പാക്കുക, വെട്ടിക്കുറച്ച 3% ക്ഷാമാശ്വാസം കുടിശ്ശിക സഹിതം അനുവദിക്കുക, കഴിഞ്ഞ 6 വർഷക്കാലത്തെ ഓണം ഉത്സവബത്ത കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക, 2022 പെൻഷനായവരുടെയും എക്സ് ഗ്രേഷ്യ പെൻഷൻകാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഓർഗനൈസേഷന്റെ 45ാം സംസ്ഥാന സമ്മേളനം ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 14 വർഷങ്ങൾക്കിടയിൽ സംഭവിച്ച എല്ലാ ദുരന്തങ്ങളിലും കൈയയച്ച് സഹായിച്ച ട്രാൻസ്പോർട്ട് പെൻഷൻകാർ മാത്രം ഇപ്പോഴും 14 വർഷം മുമ്പുള്ള തുച്ഛമായ പെൻഷനാണ് വാങ്ങുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 6 വർഷക്കാലമായി ഓണം ഉത്സവബത്ത ലഭിക്കുന്നുമില്ല. ക്ഷാമാശ്വാസം കുടിശ്ശികയാണ്. പ്രതിമാസ പെൻഷൻ പോലും കൃത്യമായി നൽകുന്നില്ല. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കിയിട്ടില്ല. 2022 ജനുവരി മുതൽ പെൻഷനായവരുടെ പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുമില്ല. 1350 രൂപ മാത്രം പെൻഷൻ വാങ്ങുന്ന എക്സ് ഗ്രേഷ്യ പെൻഷൻകാർ അതീവ ദുരിതത്തിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2011 നിശ്ചയിച്ച തോതിലാണ് കെഎസ്ആർടിസിയിൽ പെൻഷൻ ഇപ്പോഴും നൽകി വരുന്നത്. 2016 2021 10ഉം 11ഉം ശമ്പള കമ്മീഷൻ ഉത്തരവ് പ്രകാരം മറ്റെല്ലാ വിഭാഗം പെൻഷൻകാർക്കും ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തിയെങ്കിലും കെഎസ്ആർടിസി പെൻഷൻകാർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പെൻഷൻ പരിഷ്കരണം ഇപ്പോഴും നടപ്പാക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. 2024 ഡിസംബർ 3 മുതൽ പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തിയിരുന്നു. ഈ സത്യാഗ്രഹ വേദിയിൽ LDF കൺവീനർ എത്തുകയും തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. അനുരഞ്ജന ചർച്ചയിൽ പെൻഷൻ പരിഷ്കരണം അംഗീകരിക്കുകയും 38 ദിവസത്തെ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 2.5 മാസം പിന്നിട്ടിട്ടും പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് പി മുരളീധരൻ പിള്ള, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA മുഹമ്മദ് അഷ്റഫ്, ട്രഷറർ AK ശ്രീകുമാർ, ഓർഗനൈസിംഗ് സെക്രട്ടറി NS മുല്ലശ്ശേരി, ജില്ലാ പ്രസിഡന്റ് A അലിക്കുഞ്ഞ്, ജില്ലാ സെക്രട്ടറി AP ജയപ്രകാശ്, കേന്ദ്ര കമ്മിറ്റി അംഗം G തങ്കമണി, ബേബി പാറക്കാടൻ, V രാധാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.